പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്നതിനിടെ തന്നെ ഇറാനെ ആത്യന്തം കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ ശ്രമിച്ചാൽ അവർക്ക് സ്വന്തം രാജ്യം പോലും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ചർച്ചകൾക്കായി തന്നെ എത്തിയ ഇറാൻ പ്രതിനിധികൾക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കുമെന്നും ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയും അതുപോലെ ടെലിവിഷൻ അഭിമുഖത്തിലൂടെയും നൽകിയ ചില പരാമർശങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ തന്നെ ശക്തമായ നടപടി ഇവിടെ അമേരിക്ക സ്വീകരിക്കുമെന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള സംഘർഷം ആഗോള എണ്ണ വിപണിയെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെയും കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇറാനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇതിലെല്ലാം തന്നെ മറ്റൊരു മാർഗവും ഇനി തന്റെ പക്കൽ ഇല്ല എന്നതാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ തന്നെ തെളിയുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്ക് പണം നൽകിക്കൊണ്ട് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഇറാൻ ഉടനടി അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം കഴിഞ്ഞ ആഴ്ച നൽകിയതിനേക്കാൾ കഠിനമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് ഇവിടെ ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിനിധികൾ തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ട്രംപ് നാടകീയമായ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘമാണ് സ്വിറ്റ്സർലാൻഡിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി തന്നെ നിർണായക ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നതാണ് JD വാൻസ് ഇവിടെ വ്യക്തമാക്കിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തികച്ചും വിപരീതമായ ഒരു കടുത്ത ഭാഷയിലുള്ള ഭീഷണി മുഴക്കി ട്രംപ് രംഗത്ത് വരുന്നത്. ട്രംപിന്റെ അധിക്ഷേപകരമായ സന്ദേശം പുറത്തു വന്നതോടുകൂടി തന്നെ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഇറാൻ പ്രതിനിധികൾ ചർച്ചാവേദിയിൽ നിന്നും ഇടയ്ക്ക് ഇറങ്ങിപ്പോയത് വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്കും കാരണമായിരിക്കുകയാണ്. അതേപോലെ തന്നെ നാടകീയമായ തർക്കങ്ങൾക്കൊടുവിൽ തന്നെ സ്വിറ്റ്സർലാൻഡിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ശുഭകരമായി തന്നെ അവസാനിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കുവാനും അനാവശ്യമായ സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ, അതായത് ഒരു സംവേദന സംവിധാനം ഇവിടെ സ്ഥാപിക്കാൻ US ഇറാനും സമ്മതിച്ചതായി തന്നെയുള്ള കാര്യങ്ങളാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.